Hello everyone, welcome to Sri Narayana Guru Open University BA English first semester class History of Britain, Block 6, Unit 4, Theatre, Satire and Political Pamphleteering. Okay, have you ever seen a play at a theatre or on a street? Okay, people are curious about how they act out stories in shows. They can make things like storms, oceans and cities look real. Drama started in ancient Greece and changed a lot during the Renaissance and after. Changes in drama during the Elizabethan time continued in the Restoration period. Okay, this unit will tell you more about it. Okay. Moving on, the literary works of the periods of Charles II and James II of the 1690s are generally included in restoration literature. അപ്പം 1690s ചാൾസ് സെക്കൻഡേയും ജെയിംസ് സെക്കൻഡേയും പീരീഡ്സിലുള്ള എല്ലാ ലിറ്റററി വർക്ക്സും ഈ ഒരു റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. During the conflict between royalists and republicans, various writing styles like stories, biographies, history, travel narratives and journalism gained popularity. അപ്പം ഈ ഒരു റോയൽസും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന വാരിയസ് റൈറ്റിംഗ് സ്റ്റൈൽസ്, അതായത് സ്റ്റോറീസ്, ബയോഗ്രഫീസ്, ഹിസ്റ്ററി, ട്രാവൽ നറേറ്റീവ്സ്, ജേർണലിസം, ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു, കൂടുതൽ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫേമസ് ഫിക്ഷൻ നറേറ്റീവ് ഓഫ് ജോൺ ബനിയൻ പിൽഗ്രിംസ് പ്രോഗ്രസ് 1678 കെയിം ഔട്ട് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പൊ ഈ ഒരു പീരീഡിലാണ് ഫേമസ് ഫിക്ഷൻ നറേറ്റീവ് ആയിട്ടുള്ള ജോൺ ബനിയന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന വർക്ക് എന്ത് ചെയ്യുന്നത് ഒന്നും കൂടെ famous ആവുന്നത് അല്ലെങ്കിൽ പോപ്പുലർ ആവുന്നത്. Much influential and satirical poetry came from renowned poets and prose writers like John Dryden, the Earl of Rochester, Samuel Butler, John Oldham and Alexander Pope, Jonathan Swift and John Gray. അപ്പം satirical poetry എന്ത് ചെയ്തിട്ടുണ്ട്, മച്ച് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് സറ്റാരിക്കൽ പോയട്രി ഈ ഒരു പിന്നെ റിനൗണ്ട് പോയറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ജോൺ ഡ്രൈഡൻ, ഏർൾ ഓഫ് റോച്ചസ്റ്റർ, സാമുവൽ ബട്ട്ലർ, ജോൺ ഓൾഡ്ഹാം, പോപ്പ്, അലക്സാണ്ടർ പോപ്പ്, അതുപോലെ തന്നെ ജൊനാഥൻ സ്വിഫ്റ്റ് ആൻഡ് ഗ്രേ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പീരീഡിൽ ഒരുപാട് എന്താ പറയാ സറ്റാരിക്കൽ പോയട്രിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പീരീഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. The age was noted for the achievements in the field of drama by William Wycherley and John Vanbrugh and William Congreve. And next is theatre. Before the Commonwealth, England's theatre was not in a good state. അപ്പം ഈ ഒരു കോമൺവെൽത്ത് പീരീഡിൽ ഇംഗ്ലണ്ടിലെ തിയേറ്റർ ഒന്നും എന്തായിരുന്നില്ല, ഒരു ഗുഡ് സ്റ്റേറ്റിലായിരുന്നില്ല. The Puritans wanted to eliminate it because they believe it was sinful. അപ്പം ഈ പ്യൂരിറ്റൻസിനെ എന്ത് ചെയ്യണമായിരുന്നു, ഈ തിയേറ്ററും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എലിമിനേറ്റ് ചെയ്യാനായിരുന്നു. കാരണം അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിന്നെ ഡ്രാമ അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര സിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ദ തിയേറ്റേഴ്സ് വർ ഷട്ട് ഡൗൺ ഇൻ 1642 തിയേറ്റേഴ്സ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാണ്. സിവിൽ വാർ സ്റ്റാർട്ട്. അപ്പം ഈ ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിലാണ് സിവിൽ വാർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒലിവർ ക്രോംവെൽസ് ഗവൺമെന്റ് ഡിക്ലയർഡ് ഓൾ ആക്ടേഴ്സ് വർ ടു ബി കൺസിഡർഡ് റോക്കേഴ്സ്. അപ്പം ഒലിവർ ക്രോംവെലിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, എല്ലാ ആക്ടേഴ്സും റോക്കേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്, മുദ്ര കുത്തപ്പെടുകയാണ് അല്ലെങ്കിൽ കൺസിഡർ അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ഈ ആക്ടേഴ്സിനെ എല്ലാം കണ്ടിരുന്നത്. When the royal court came back, French influence became more noticeable. അപ്പൊ ഈ റോയൽ കോർട്ട് എന്ത് ചെയ്യാണ്, തിരികെ വരാണ്. ഈ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യാണ്, കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടുകയാണ്. എസ്പെഷ്യലി in the theatre. In the August 1660, Charles allowed two acting groups to perform. അപ്പോൾ ചാൾസ് എന്ത് ചെയ്യാണ്, രണ്ട് ഗ്രൂപ്പിനെ പെർഫോം ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. And show started it right way. Okay. Some writers who were active before the war. അപ്പം ചില റൈറ്റേഴ്സ് വാറിന് മുമ്പ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. Survived theatres dark period and now had a chance to shine. അപ്പം ഇവരെന്ത് ചെയ്യാണ്, ഈ തിയേറ്റേഴ്സ് ഒക്കെ ഒരു ഡാർക്ക് പീരീഡിനെ സർവൈവ് ചെയ്യാണ്. പിന്നീട് അതെന്താണ്, ഒരു ചാൻസ് ടു ഷൈൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇവരെടുക്കുകയാണ്. Among them were Thomas Killigrew and William Davenant who received permission to create theatres. അപ്പോൾ ഇവർക്ക് പിന്നീട് എന്ത് ചെയ്യാണ്, ഈ തോമസിനും അതുപോലെ തന്നെ വില്യമിനും എന്ത് ചെയ്യാണ്, തിയേറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ട്. Okay, these two companies dominated the theatre, which hindered the growth of theatrical literature. With the royal patents and theatres were under government control. Okay, അപ്പം ഈ രണ്ട് കമ്പനികളും എന്ത് ചെയ്യാണ്, ഒരു ഡോമിനന്റ് തിയേറ്ററിനെ ഡോമിനേറ്റ് ചെയ്യാണ്. വിച്ച് സ്റ്റോപ്പ് ദി ഗ്രോത്ത് ഓഫ് തിയററ്റിക്കൽ ലിറ്ററേച്ചർ. ഇത് എന്ത് ചെയ്യാണ്, പിന്നീട് തിയററ്റിക്കൽ ലിറ്ററേച്ചറിന്റെ ഗ്രോത്തിനെ ഇത് എന്താ പറയുക ഇല്ലാതാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്
തടസ്സപ്പെടുത്തുന്നുണ്ട്. വിത്ത് ഓൾ പാറ്റേൺസ് ദ തിയേറ്റേഴ്സ് വർ അണ്ടർ ഗവൺമെന്റ് കൺട്രോൾ. അപ്പം ഈ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും. റെസ്റ്റോറേഷൻ തിയേറ്റർ സിംബലൈസ് ദ സെലിബ്രേഷൻ ഓഫ് മൊണാർക്കി ആൻഡ് ദ എൻഡ് ഓഫ് സ്ട്രിക്ട് ബിലീഫ്സ് റിഫ്ലക്ടിങ് റിലീവ്ഡ് സൊസൈറ്റി ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഡിവിഷൻ ആൻഡ് ട്രബിൾസ്. അപ്പം ഈ റെസ്റ്റോറേഷൻ തിയേറ്റർ മൊണാർക്കിയുടെ ആഘോഷത്തെയും സ്ട്രിക്ട് ബിലീഫ്സിന്റെ ഒക്കെ എൻഡിനെയും സിംബലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ദ റെസ്റ്റോറേഷൻ തിയേറ്റർ. ഓക്കെ, the first feature is stage. People enjoyed theatre. അപ്പം ഈ സ്റ്റേജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻജോയ് തിയേറ്റർ ആൻഡ് ഇറ്റ് ബിക്കെയിം പോപ്പുലർ. പിന്നീട് അത് പോപ്പുലർ ആവാൻ തുടങ്ങി. ചേഞ്ചസ് ഇൻ ദ സ്റ്റേജ് ഡിസൈൻ ആൻഡ് ടെക്നോളജി വർ ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രസന്റ് പ്ലേസ് ഇൻ പബ്ലിക്. അപ്പം ഈ സ്റ്റേജിന്റെ ഡിസൈനിലുള്ള ചേഞ്ചസും അതുപോലെ തന്നെ ടെക്നോളജിയും എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രസന്റ് പ്ലേസ് പബ്ലിക്കലി പ്ലേ ചെയ്യുന്ന എന്ത് ചെയ്യാണ് ഒരു പ്ലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചില അന്നത്തെ കാലത്ത് സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നിരുന്നതാണ് ഈ സീ വേവ്സ്, അതുപോലെ തന്നെ ക്ലൗഡ്സ്, ഇത്തരം കാര്യങ്ങൾ ടെക്നിക്കലി ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരികയാണ്. ദ സീനറി. The new theatres were different from the pre-restoration period with the introduction of enclosed structures, artificial lighting and new styles. അപ്പം ഈ പുതിയ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പഴയ പ്രീ റെസ്റ്റോറേഷൻ പീരീഡിന് മുമ്പുള്ള തിയേറ്റേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആണ് എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും അതേപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ പുതിയ സ്റ്റൈലൊക്കെ ഇവർ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. The actors. In the restoration time, theatres focused more on money than art. അപ്പം ഈ റെസ്റ്റോറേഷൻ ടൈമിലുള്ള തിയേറ്റേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് പൈസയാണ്, കൂടുതലായിട്ട് കാശാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്, ആർട്ടിനെ അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് തിയേറ്റർ ഓണേഴ്സ് പിക്ഡ് പ്ലേസ് ദാറ്റ് ഹെൽപ് ദം ഫൈനാൻഷ്യലി. ആക്ടേഴ്സ് ഹാഡ് ലിറ്റിൽ മണി സെക്യൂരിറ്റി ആൻഡ് വർ ഹയർഡ് എ സാലറി. ഓക്കെ, ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ തിയേറ്റേഴ്സ് വാസ് അലോയിങ് ആക്ടേഴ്സ്. അപ്പം ഈ ഓൾഡ് ആൻഡ് ന്യൂ തിയേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ പണ്ടത്തെ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ട്രസസ് അപ്പം ഹീറോയിൻസിനെ ഒന്നും അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുതിയ തിയേറ്റേഴ്സ് വന്നപ്പം എന്തായി, ആക്ട്രസസിനൊക്കെ അലോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇൻ ദ പാസ്റ്റ് നോ വുമൻ ആക്ടർ ഇൻ എലിസബത്തൻ ഓർ ജക്കോബിയൻ തിയേറ്റർ. എലിസബത്തൻ ജക്കോബിയൻ തിയേറ്ററിലൊന്നും തന്നെ എന്ത് ചെയ്തിരുന്നില്ല, ഈ നമ്മുടെ ഒരു വുമൻസും ആക്ട് ചെയ്തിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആണുങ്ങൾ തന്നെ സ്ത്രീവേഷം കിട്ടിയിട്ടായിരുന്നു ഇത്തരം പ്ലേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദ പ്യൂരിറ്റൻസ് ലോസ്റ്റ് ഹിസ് ചേഞ്ച്. ഓക്കെ, The playwrights worked for a company and got paid. അപ്പോൾ ഈ playwrights ഒക്കെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് അവർക്ക് എന്ത് ചെയ്യും, പേയ്മെന്റും കിട്ടും. ഓക്കെ, ആഫ്റ്റർ ദ ഫസ്റ്റ് ഷോ the company owned the play and the writers had no right. The plays of William Shakespeare and Marlowe were adapted with music and certain changes which often deviated from the original quality. Okay, the costumes. The plays of the restoration period had rich costumes as the prominent companies were funded by Charles II. Next is the types of dramas. When theatres responded in England, Corneille and Racine in France created a new standards of tragedy plays. Molière was also very successful. These writers were along with the Quinault and others provided English people with ideas for plays. From 1660 to 1700, plays had separate comedies and tragedies, unlike the older Elizabethan theatre that mixed them together. അപ്പം ഈ ഒരു 1660 to 1700 വരെ എന്താണ്, ഈ പ്ലേസിനൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജോണേഴ്സ്, അതായത് കോമഡി ട്രാജഡി എന്നുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ്, എലിസബത്തൻ തിയേറ്റർ എന്താവാണ്, ഈ കോമഡി ട്രാജഡി എന്നുള്ളതിനെയൊക്കെ മിക്സ്ഡ് ആക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ട്രാജഡീസ് ഫോർ ഹീറോയിക് ട്രാജഡീസ് റിട്ടൺ ഇൻ ഹീറോയിക് കപ്ലെറ്റ്സ്. അപ്പം ട്രാജഡീസ് എന്ന് പറയുന്നത് ഹീറോയിക് ട്രാജഡീസ് ആണ്, അത് ഹീറോയിക് കപ്ലെറ്റിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇൻവോൾവിംഗ് തീംസ് ലൈക്ക് ലവ്, വാർ ആൻഡ് ആക്ഷൻ, ഇത്തരം തീംസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ദ മോസ്റ്റ് ഫേമസ് റൈറ്റർ ഓഫ് ദ ഹീറോയിക് പ്ലേ ഓഫ് ദ പീരീഡ് വാസ് ഡ്രൈഡൻ. അപ്പൊ ഡ്രൈഡൻ ആണ് ഈ പീരീഡിൽ ഒരു ഹീറോയിക് പ്ലേ റൈറ്റർ എന്ന് പറയുന്നത്. Okay, other dramatists were Thomas Otway and Nathaniel Lee. Okay, restoration comedy is the best known form of drama from the age. അപ്പം restoration comedy ആണ് ഈ ഒരു ഏജിലെ best known drama എന്ന് പറയുന്നത്. The themes included farce, satire, provincial humor and comedy of manners. Okay, moving on. The most important writers of comedy of the period were William Congreve, William Wycherley and George Etheredge and John Vanbrugh. Okay, next is restoration satire.
Later half of the 17th century was a flourishing period of satire in English literature. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഒരു ഫ്ലറിഷിംഗ് പീരീഡ് ആയിരുന്നു 17th സെഞ്ചുറിയുടെ ഹാഫ് എന്ന് പറയുന്നത്. റോമൻ സറ്റാരിസ്റ്റ് Horace and Juvenal were imitated. The word satire was represented by Dryden, Oldham and Rochester. അപ്പം ഈ സറ്റയറിന്റെ ഒരു വേർഡ്സ് സറ്റയർ എന്നുള്ളൊരു ഫോം ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡ്രൈഡനും അതുപോലെ തന്നെ ഓൾഡാം അതുപോലെ തന്നെ റോച്ചസ്റ്റർ ഇവർ മൂന്ന് പേരുമാണ്. ഓൾഡാംസ് സ്പെൻസേഴ്സ് ഗോസ്റ്റ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് വേർഡ് സറ്റയർ. അപ്പോൾ വേർഡ് സറ്റയറിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾഡാംസിന്റെ Spencer's Ghost എന്നുള്ളൊരു വർക്കാണ്. And to be remembered along with Dryden's Mac Flecknoe and Absalom and Achitophel. Okay. Next, women were frequent prey for satirists during this period. ഈ ഒരു പീരീഡിൽ വുമൻസ് ആയിരുന്നു ഇവരുടെ മെയിൻ പ്രേ എന്ന് പറയുന്നത്, സറ്റാരിസ്റ്റുകളുടെ മെയിൻ പ്രേ എന്ന് പറയുന്നത്. ഗോൾഡ് ആൻഡ് റോച്ചസ്റ്റർ വെർ ഇമ്പോർട്ടൻറ്റ് എമംഗ് satirists. Okay. Next is political pamphlets. Okay. A pamphlet is a small book with few pages. ഒരു pamphlet എന്ന് പറഞ്ഞാൽ കുറച്ച് പേജുകൾ മാത്രമുള്ള ഒരു ബുക്കാണ് pamphlet എന്ന് പറയുന്നത്. It is typically consist of 1 to 12 sheets or between 8 and 96 pages in quarto. People used pamphlets to share new or debated ideas quickly and cheaply. അപ്പം ഈ ആളുകൾ പാംപ്ലെറ്റ് യൂസ് ചെയ്തിരുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ പുതിയ ഐഡിയകൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഡിബേറ്റുകൾ ചീപ്പായിട്ടും പെട്ടെന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാംപ്ലെറ്റ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The themes of these tracts of pamphlets were often political or religious in nature. അപ്പം ഈ പാംപ്ലെറ്റുകളുടെ തീം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സെക്യുലർ തീംസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. Vernacular printed literature in England began with the import of reformist works from Germany and the Netherlands. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡിൽ നിന്നൊക്കെ വർക്ക്സിലേക്ക് റിഫോമിസ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു, ഇമ്പോർട്ട് ചെയ്തതോടെയാണ് ഇംഗ്ലണ്ടിലെ വേർണാക്കുലർ പ്രിന്റിംഗ് ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. In England around the 1640s pamphlets became special because of their political importance. People like George Thomason, Anthony Wood and John Rushworth started collecting them. അപ്പം ഇവരെ പോലുള്ള റൈറ്റേഴ്സ് എന്ത് ചെയ്യാണ് ഇത്തരത്തിലുള്ള പിന്നെ വർക്ക്സ് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇംഗ്ലണ്ടിൽ 1640s എന്ത് ചെയ്യാണ് പാംഫ്ലെറ്റ് ഒന്നും കൂടെ സ്പെഷ്യൽ ആവാണ്. അതിന് കാരണം പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്, അതിന് ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പീപ്പിൾ ലൈക്ക് ജോർജ് തോമസ് ആൻഡ് ആന്റണി വുഡിനെ, ജോൺ റഷ്വർത്തിനെ പോലുള്ളവര് ഇത്തരം വർക്ക്സ് ഒക്കെ കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മൈൽസ് ഡേവിസ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഓഫ് പാംഫ്ലെറ്റ്സ് ഇൻ 1716. അപ്പൊ മൈൽസ് ഡേവിസ് എന്ത് ചെയ്യാണ് പാംഫ്ലെറ്റ് ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഓഫ് പാംഫ്ലെറ്റ്സ് എന്ത് ചെയ്യാണ് എഴുതാൻ തുടങ്ങാണ് 1716. And that's all for today. Thank you for listening.